ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും കോംപ്ലിക്കേഷൻസ് ആണ്. ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കോംപ്ലിക്കേഷൻസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം, ദാറ്റ് ഈസ് മിക്സെഡിമ കോമ. Okay, myxedema coma. It's a rare but serious life-threatening complication of long-standing untreated hypothyroidism. ഇത് മിക്സഡിമ കോമ എന്ന് പറയുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സീരിയസ് കോംപ്ലിക്കേഷൻ ആണ്. അൺട്രീറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം, കുറേ നാളായിട്ട് ട്രീറ്റ് ചെയ്യാത്ത ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ആണ് മിക്സഡിമ കോമ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയായിരിക്കും കോസസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അക്യൂട്ട് ഇൽനെസ്, അതായത് ഇൻഫെക്ഷൻ, MI, സ്ട്രോക്ക് ഒക്കെ ഉള്ളവർക്ക് മിക്സഡിമ കോമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഓൾറെഡി മെറ്റാബോളിസം കുറവാണ്. അതുകൂടാണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി മെറ്റാബോളിസം പിന്നെയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മെറ്റാബോളിസം ഒരുപാട് കുറയുമ്പോഴത്തേനും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു, മിക്സഡിമ കോമയിലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് റാപ്പിഡ് വിഡ്രോവൽ ഓഫ് തൈറോയ്ഡ് മെഡിക്കേഷൻ. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് തൈറോയ്ഡ് മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണ്. തൈറോയ്ഡ് മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസ് പെട്ടെന്നായിട്ട് വിഡ്രോവൽ ചെയ്യുമ്പോൾ, പെട്ടെന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാനുള്ള ചാൻസ്, അതായത് വീണ്ടും തൈറോയ്ഡ് ഹോർമോൺസ് ഒരുപാട് ലോ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് അനസ്തേഷ്യ ആൻഡ് സർജറി. സെയിം റീസൺ തന്നെയാണ് ഇവിടെ. മെറ്റാബോളിസം അനസ്തേഷ്യയിലും അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്ന ടൈമിൽ മെറ്റാബോളിസം വളരെ കുറവായിരിക്കും. അപ്പോൾ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. നെക്സ്റ്റ് ഹൈപ്പോതെർമിയ. ഹൈപ്പോതെർമിയയിൽ ഹൈപ്പോതെർമിയ ഉണ്ടാകുമ്പോൾ മെറ്റാബോളിസം കുറവായിരിക്കും. പിന്നെ സെഡേറ്റീവ് ആൻഡ് ഓപ്പിയോയിഡ്സ് അനാൽജസിക്സ്, സെഡേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് മിക്സഡിമ കോമയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ കോസസ് ഒക്കെ മെറ്റാബോളിസം കുറയ്ക്കുന്നു. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പോ മെറ്റാബോളിസം ആണ്. ഓൾറെഡി ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യന്റിന് വീണ്ടും മെറ്റാബോളിസം കുറയുമ്പോഴത്തേനും അത് കോമയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കോസസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അസസ്മെന്റ് നോക്കാം. ഇവിടെ എപ്പോഴും ഓർക്കുക, ഹൈപ്പോ മെറ്റാബോളിസം ആയിരിക്കും. ഹൈപ്പോ മെറ്റാബോളിസം വരുമ്പോഴത്തേനും ബോഡിയിലേക്ക് സിസ്റ്റത്തിലേക്ക് വേണ്ട എനർജി എത്തത്തില്ല. അപ്പോൾ എല്ലാം കുറവായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ കുറവായിരിക്കും, ബ്രഡികാർഡിയ, ഹാർട്ട് റേറ്റ് കുറവായിരിക്കും, ഹൈപ്പോതെർമിയ, ടെമ്പറേച്ചർ കുറവായിരിക്കും. പിന്നെ ഹൈപ്പോനട്രീമിയ. നട്രീമിയ എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അളവ്, ഹൈപ്പോനട്രീമിയ എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറവായിരിക്കും. ജനറലൈസ്ഡ് എഡിമ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മിക്സഡിമ, ബോഡിയിൽ പഫിനെസ് ഉണ്ടാവും, അത് മിക്സഡിമ. പിന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള എനർജി എത്താത്തതുകൊണ്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവും, അത് ലീഡ്സ് ടു കോമ. ഇതൊക്കെയാണ് സയൻസ് സിംറ്റംസ് മിക്സഡിമ കോമയുടെ. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് മാനേജ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മെയിൻറ്റെയിൻ എ പേറ്റന്റ് എയർവേ. ഇവിടെ പേഷ്യൻസിന് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എയർവേ പേറ്റന്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് IV ലിവോതൈറോക്സിൻ ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ഇവിടെ ലിവോതൈറോക്സിൻ തൈറോയ്ഡ് റീപ്ലേസ്മെന്റ് ആണ്. അത് നമ്മൾ തൈറോയ്ഡ് ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് ഇവിടെ ലിവോതൈറോക്സിൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് കൊടുക്കുന്നത് എഡിമ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി പറഞ്ഞു മിക്സ് എഡിമ ഉണ്ടെന്ന്, അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുക. നെക്സ്റ്റ് വൺ ആണ് കറക്റ്റ് ഹൈപ്പോതെർമിയുടെ. പേഷ്യൻസിന് ഹൈപ്പോതെർമിയാണ്, ഇൻടോളറൻസ് ടു കോൾഡ് ആണ്. അപ്പോൾ വാമായിട്ടുള്ള ബ്ലാങ്കറ്റ് കൊടുക്കുക, വാമായിട്ടുള്ള എൻവയോൺമെന്റ് ഒക്കെ കൊടുക്കുക. പിന്നെ മോണിറ്റർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഗ്ലൂക്കോസ്. ഇവിടെ ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഡിയം, ഹൈപ്പോനട്രീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, അതാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻ ആണ്. അതാണ് തൈറോയ്ഡ് സ്റ്റോം. ഓക്കെ, എന്താണ് തൈറോയ്ഡ് സ്റ്റോം നോക്കാം. ഇറ്റ്സ് ആൻ അക്യൂട്ട് ലൈഫ് ത്രെറ്റനിങ് എമർജൻസി ദാറ്റ് ഒക്കേഴ്സ് ഇൻ ക്ലയൻസ് വിത്ത് അൺകൺട്രോൾഡ് ഹൈപ്പർ തൈറോയിഡിസം. ഇവിടെ പേഷ്യന്റിന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം ആണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് വരാൻ ചാൻസ് ഉള്ള അക്യൂട്ട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള എമർജൻസിയാണ് തൈറോയ്ഡ് സ്റ്റോം. ഓക്കെ, നമുക്ക് കോസസ് നോക്കാം. ഇവിടെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മെറ്റാബോളിസം ആണ്. ഓൾറെഡി പേഷ്യൻസിന് മെറ്റാബോളിസം കൂടുതലാണ്. അതുകൂടാണ്ട് എന്തെങ്കിലും കോസസ് വീണ്ടും മെറ്റാബോളിസം കൂട്ടുവാണെങ്കിൽ അത് തൈറോയ്ഡ് സ്റ്റോമിലേക്ക്
ലീഡ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തൊക്കെയായിരിക്കും കോസസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സർജറി. ഇപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് സർജറി കഴിഞ്ഞെന്ന് വിചാരിക്കുക പേഷ്യന്റിന്. അപ്പം പാർഷ്യലി ആയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് സർജറി കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് അവിടെ ഉണ്ട്. അപ്പം പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് ബോഡിയിലെ തൈറോയ്ഡ് ഹോർമോൺസിന്റെ റിലീസ് കുറയും. ഓൾറെഡി നമ്മുടെ ഹാഫ് റിമൂവ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പം പെട്ടെന്ന് അത് തൈറോയ്ഡ് ഹോർമോൺസ് റിലീസ് കുറയുമ്പോഴത്തേനും ബോഡി അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി റിമൈനിങ് ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് ഒരുപാട് തൈറോയ്ഡ് ഹോർമോൺസ് റിലീസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് തൈറോടോക്സിക്കോസിസ്. അതായത് നമ്മുടെ ബോഡി തൈറോയ്ഡ് ഹോർമോൺസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് T3 T4 റിലീസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് തൈറോടോക്സിക്കോസിസ്. അത് തൈറോയ്ഡ് സ്റ്റോമിലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻഫെക്ഷൻ, സിവിയർ സ്ട്രെസ്, ട്രോമ. ഈ കാരണം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ട്രോമയൊക്കെ നമ്മുടെ ബോഡിയിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. അപ്പോഴത്തേനും കാറ്റോകൊളമൈൻസിന്റെ അതായത് എപ്പിനെഫ്രിൻ ആൻഡ് എപ്പിനെഫ്രിൻ്റെ ഒക്കെ റിലീസ് കൂട്ടും. അത് നമ്മുടെ ഓക്സിജൻ ഡിമാൻഡ്, ബോഡീൻ്റെ വർക്ക് ലോഡ് കൂട്ടും, ഓക്സിജൻ ഡിമാൻഡ് കൂട്ടും. അപ്പം വീണ്ടും മെറ്റാബോളിസം കൂടും. അതാ ഈ 3 റീസൺസ് തൈറോയ്ഡ് സ്റ്റോമിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോപ്പിംഗ് ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻ. അതായത് പെട്ടെന്ന് നമ്മൾ ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ബോഡിയിൽ പിന്നെയും തൈറോയ്ഡ് ഹോർമോൺസിന്റെ അളവ് പെട്ടെന്ന് കൂട്ടും. അത് തൈറോയ്ഡ് സ്റ്റോമിലേക്ക് ലീഡ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് കോസസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അസസ്മെന്റ് നോക്കാം. ഇവിടെ ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പോൾ എല്ലാം കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ പേഷ്യന്റ് ഹൈ ഫീവർ ആണ്. ഓൾറെഡി മെറ്റാബോളിസം കൂടുമ്പോഴത്തേനും ഒരുപാട് മെറ്റാബോളിസം കൂടുമ്പോഴത്തേനും ബോഡിയിൽ ടെമ്പറേച്ചർ കൂടും. നെക്സ്റ്റ് സിവിയർ ടെക്കിക്കാർഡിയ, ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടും. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. ഓൾറെഡി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു സൈനാണ് ഡയേറിയ. മെറ്റാബോളിസം കൂടുമ്പോഴത്തേനും ബോഡിയിൽ ഡയേറിയ ഉണ്ടാവും. പിന്നെ റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഇറിറ്റബിലിറ്റി, കൺഫ്യൂഷൻ, സീഷർ, ഡെലീറിയം ലീഡ്സ് ടു കോമ. ഓക്കെ, ഇതൊക്കെയാണ് അസസ്മെന്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മെയിൻറ്റെയിൻ പേറ്റന്റ് എയർവേ. പേറ്റന്റ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൊവൈഡ് ഓക്സിജൻ ആസ് നീഡഡ്. അഡ്മിനിസ്റ്റർ നോൺ സാലിസിലേറ്റ് ആന്റിപൈററ്റിക്സ്. നോൺ സാലിസിലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റാമിനോഫിൻ, പാരസെറ്റമോൾ എന്നൊക്കെ പറയത്തില്ല, അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. കാരണം സാലിസിലേറ്റ്സ് എക്സാമ്പിൾ ആണ് സാലിസിലേറ്റ്സിന്റെ ആസ്പിരിൻ. ആസ്പിരിൻ ആണ് സാലിസിലേറ്റ്സിന്റെ എക്സാമ്പിൾ. അത് ഫ്രീ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നോൺ സാലിസിലേറ്റ്സ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് എക്സാമ്പിൾ അസറ്റാമിനോഫിൻ, പാരസെറ്റമോൾ ഒക്കെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അഡ്മിനിസ്റ്റർ ബീറ്റ ബ്ലോക്കേഴ്സ്. ഇവിടെ പേഷ്യന്റിന് ടെക്കിക്കാർഡിയ പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കും. നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ ആന്റി തൈറോയ്ഡ് ഡ്രഗ്സ്. തൈറോയ്ഡ് ഡ്രഗ്സ് കൊടുക്കുന്നു. PTO അല്ലെങ്കിൽ മെതിമസോൾ ഒക്കെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ അയഡിൻ ആഫ്റ്റർ ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻ. അയഡിൻ കൊടുക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ അത് മൂലം തൈറോയ്ഡ് ഹോർമോൺസിന്റെ റിലീസ് കുറയും. നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കുന്നത് T3യുടെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയാണ്. ബോഡിയിൽ T3 കുറയുമ്പോഴത്തേനും തൈറോയ്ഡ് സ്റ്റോം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് T3ന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊവൈഡ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ്. പിന്നെ മോണിറ്റർ ECG കാർഡിയക് ഡിസറിത്മിയയ്ക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ECG കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് മാനേജ്മെന്റ്സ്. ഓക്കെ, എത്രയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ മോർ എക്സാം ടിപ്സ് ആൻഡ് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.